ഹായ് ഹലോ അസ്സലാമലൈക്കും. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബീഡ്സിൻ്റെ വീഡിയോസ്. അപ്പോൾ അതിലൊരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു 10 രൂപക്ക് എത്രത്തോളം ഉണ്ടാവും ബീഡ്സ് എന്നതിനെ കുറിച്ചിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതുകൊണ്ട് നമുക്ക് എത്ര എയർ ബോ ഉണ്ടാക്കാം എന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ 10 രൂപയുടെ പാക്കറ്റിൽ ഇത്രയും ബീഡ്സാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊരു വീഡിയോസായിട്ട് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ ഇനി ഇതുകൊണ്ട് തന്നെ ഒരു എയർ ബോ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര എയർ ബോ ഉണ്ടാക്കുക, 10 രൂപയുടെ ബീഡ്സ് മേടിച്ചിട്ട് എത്ര എയർ ബോ ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെറും ബീഡ്സ് മാത്രമാണ് നമ്മൾ എയർ ബോയിൽ കൊടുക്കുന്നത് വെച്ചെങ്കിൽ നമുക്ക് ഒരെണ്ണത്തിനുള്ള ബീഡ്സ് ഒരെണ്ണം ഉണ്ടാക്കാനുള്ള ഹെയർ ബോ ഉണ്ടാക്കാനുള്ള ബീഡ്സ് ഉണ്ടാകത്തുള്ളൂ. അതെല്ലാം നമ്മൾ കുറച്ച് ബീഡ്സ്, പിന്നെ കുറച്ച് സ്പെല്ലിംഗ് ബീഡ്സ്, അതുപോലെ സ്റ്റാർ ബീഡ്സ്, അതൊക്കെ നമ്മൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കലർത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 എയർ ബോ വരെ ഉണ്ടാക്കാനുള്ള ബീഡ്സ് ഇതിലുണ്ടാവും. ഞാനിപ്പോൾ നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത് കുറച്ച് ബീഡ്സ്, പിന്നെ കുറച്ച് സ്റ്റാർ, പിന്നെ സ്പെല്ലിംഗ് ബീഡ്സ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഹെയർ ബോ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാനിതിൽ ഏകദേശം ഒരു 10 ബീഡ്സോളം ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടുന്നത് സ്റ്റാറാണ്, അത് കഴിഞ്ഞിട്ട് സ്പെല്ലിംഗ് ബീഡ്സ്, പിന്നെ വീണ്ടും ഈ ബീഡ്സ്. എന്നിട്ട് നമുക്കിത് ഒരു എയർ ബോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കി ഒരു എയർ ബോ ഉണ്ടാക്കാനുള്ള ബീഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ആവർത്തിച്ച് ഒരു ഡൗട്ട് ചോദിക്കണ കാരണമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാതും നമ്മൾ 10 രൂപ റേറ്റിൽ കൊടുക്കുന്നത് നിങ്ങൾക്ക് വാങ്ങാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ 10 ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ബീഡ് ഞാൻ പശ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതാണ് അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനത് പശ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് ഞാൻ പശ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്, ലാസ്റ്റത്തെ എൻ്റെ ബീഡ്. ഇനി നമുക്കിതിൽ കുറച്ച് സ്റ്റാർ ബീഡ് കൊടുത്തേക്കാം. അതായത് സ്റ്റാർ ബീഡ് ഇന്ന കളറ് എന്നൊന്നുമില്ല, എല്ലാ കളറും ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു സ്റ്റാർ ബീഡ് കൊടുത്തിട്ടാണ് പിന്നെ അവിടെ നിന്ന് ഞാൻ നെയിം ബീഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൻ്റെ നെയിം തന്നെയാണ് നിങ്ങൾക്ക് കൊടുത്തിട്ട് കാണിച്ചു തരുന്നത്, അതായത് സനാസ് വേൾഡ് എന്നുള്ളത്. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് വെച്ചെങ്കിൽ ആ ഐഡിയയിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇതേപോലെ ചെയ്യണം തന്നെ യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഇങ്ങനത്തെ സ്റ്റാർ ബീഡ്സ് മേടിച്ചാൽ തന്നെ നമ്മുടെ മക്കളുടെ പേര് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് നോക്കുക. അപ്പം അതുകൊണ്ട് പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് സ്പെല്ലിംഗ് ബീഡ്സ് മേടിച്ച് കഴിഞ്ഞാൽ അവർ ഉദ്ദേശിച്ച അക്ഷരം അതിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന്. അത് ഞാൻ അങ്ങനെ കൊടുക്കാത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇത് നമ്മൾ ഒറ്റക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾ തിരഞ്ഞിട്ട് അത് മാറ്റി വെക്കാനുള്ളൊരു അസൗകര്യക്കുറവ് കൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കാത്തത്. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഓരോരുത്തർ ചോദിക്കണ അക്ഷരങ്ങൾ കൊടുക്കണം എന്നുള്ളത്, എനിക്കൊരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കത് എന്നെക്കൊണ്ട് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഓരോ പാക്കറ്റ് അങ്ങോട്ട് വാരി ഇടുകയാണ്. അതിൽ ഏതൊക്കെ അക്ഷരങ്ങളാണ് പെട്ടത് എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ചിലവരെ കയ്യിൽ കിട്ടിയാൽ അവർ പറയാറുണ്ട് അവർ വിചാരിച്ച അക്ഷരങ്ങൾ അതിലില്ല. അപ്പോൾ അതുകൊണ്ട് അത് പറയുമ്പോൾ തന്നെ എനിക്കൊരു വിഷമമുണ്ട്. കാരണം അവരെ മക്കളുടെ അക്ഷരങ്ങളൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്രയും ആഗ്രഹിച്ചിട്ട് വാങ്ങിച്ചതാവും. പക്ഷേ ആ അക്ഷരം അതിലില്ലാതെ വരുമ്പോൾ അപ്പോൾ അത് അവർക്കും ഒരു ബുദ്ധിമുട്ട് പോലെ. അപ്പോൾ അതെനിക്ക് കേട്ടപ്പോൾ എനിക്കും അതിലേറെ ബുദ്ധിമുട്ട്. അപ്പോൾ ഇനി മുതൽ ഞാൻ ശ്രദ്ധിക്കാം. നിങ്ങൾ മേടിക്കണ നിങ്ങൾക്ക് ഏത് അക്ഷരമാണോ ആവശ്യമെങ്കിൽ അത് അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാവും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അത് കിട്ടിയവരുണ്ടെന്നുണ്ടെങ്കിൽ യാതൊരു ടെൻഷനും വിചാരിക്കരുത്. ഇനി നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് അക്ഷരമാണോ വേണ്ടിച്ചെങ്കിൽ അത് ഞാൻ ഉൾപ്പെടുത്തിയിട്ട് തരാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരക്ഷരം വെച്ചിട്ട് ഒരു പേര് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ എയർ ബോ ഉണ്ടാക്കിയത്. അപ്പോൾ അതെൻ്റെ ചാനലിൻ്റെ നെയിമായിട്ട് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്, സനാസ് വേൾഡ്. അപ്പോൾ ഓരോരുത്തർ ഉണ്ടാക്കുമ്പോൾ ഓരോരുത്തർക്കും അത് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചും കൂടെ സ്റ്റാർ ബീഡ്സ് കൊടുക്കുന്നുണ്ട്. അറ്റം വരെ കൊടുത്തതിന് ശേഷം പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ഈ ബീഡ്സാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഫുള്ളായിട്ട് സ്റ്റാർ ബീഡ് ഇട്ടിട്ടുണ്ട്. ഇനി ലാസ്റ്റ് എൻഡിലേക്ക് എത്തുമ്പോൾ നമുക്ക് വീണ്ടും ഈ കളർ ബീഡ്സ് ആഡ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ബാലൻസ് ഇത്രയും ബീഡ്സ് നമുക്ക് ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അത് ഇതേപോലെ നമുക്ക്
അടുത്ത സംഭവത്തിലായിട്ടും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസായിട്ട് പെട്ടെന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ 10 രൂപയുടെ പാക്കറ്റിൽ നമുക്ക് ഒരു എയർ ബെൻഡോ അഥവാ 2 എയർ ബെൻഡോ വരെ നമുക്ക് ഉണ്ടാക്കാം. അതൊക്കെ നമുക്ക് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ അത് എത്ര ബീഡ്സാണ് വേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് 10 രൂപയുടെ ബീഡ്സ് മേടിച്ചാലും അത്യാവശ്യത്തിനുണ്ട്. അപ്പം ഇനി അത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ആകെ കുറച്ച് സ്റ്റോക്കുകളും വരുന്നതും അത് തീരുന്നത് അറിയില്ല. അപ്പം അതുകൊണ്ട് ഇനി ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ആ നമ്പറുമായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഇനിയിപ്പോൾ സ്ക്രീനിൽ നമ്പർ ഇല്ലയെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എൻ്റെ ഏത് വീഡിയോസിൽ തപ്പിയാലും ഏതെങ്കിലും ഒരു വീഡിയോസിൽ നിങ്ങൾക്ക് നമ്പർ ഉണ്ടായിട്ടുണ്ടാവും. അതെടുത്തിട്ട് എന്നെ വാട്സപ്പ് ചെയ്യുക, റേറ്റും കാര്യങ്ങളും അന്വേഷിക്കുക, ഓർഡർ ചെയ്യുക. പിന്നെ ഒരുപാട് പേര് കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് നമ്പർ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. നമ്പർ ആ വീഡിയോയിൽ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒന്നുകിൽ ഷോർട്ട് വീഡിയോയുടെ ഉള്ളിലെങ്കിലും എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അപ്പം അതെടുത്തിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ കോൾ ചെയ്യേണ്ട. വാട്സപ്പ് ചെയ്താൽ ഞാനതിന് റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത്ര വൈകിട്ടാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ എയർബോ ഫിനിഷ് ആവാനായിട്ടുണ്ട്. ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും നമ്മൾ എൻഡ് ബീഡ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എയർബോ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അറ്റത്ത് എൻഡ് ബീഡും കൂടെ ഇട്ടിട്ട് ഞാൻ വരാം കേട്ടോ. ഇപ്പോൾ ലാസ്റ്റിലേക്ക് എൻഡ് ബീഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? അപ്പോൾ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇതുപോലെ എല്ലാവരും നമ്മുടെ സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൻ്റെ നെയിമാണ് ഇട്ടിട്ടുള്ളത്, സനാസ് വേൾഡ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഇതിൽ തോന്നുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഞാൻ ഷോപ്പിൽ കൊടുക്കുന്നത് 40 രൂപ റേറ്റിനാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒരുവിധം പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റേറ്റും കാര്യങ്ങളും പറയണത്. ഇത് 40 രൂപ റേറ്റിനാണ് ഞാൻ ഷോപ്പിൽ കൊടുക്കാറ്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ നെയിം വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെന്ന് മാത്രം. ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാറുള്ളത് ആ റേറ്റിനാണെന്ന് മാത്രം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തതൊരു അടിപൊളി വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.